السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه ومن استنى بسنته إلى يوم الدين وبعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله ربي وربكم فاعبدوه هذا صراط مستقيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഈസ ഇബ്നു മറിയം ജീവിതവും ദൗത്യവും ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം അവസാനത്തെ ഒരു ഭാഗത്ത്, നാലാമത്തെ ഭാഗത്ത്, നേരത്തെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ അവസാന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടതെല്ലാം നമ്മൾ സൂചിപ്പിച്ചു. അവസാനമായിട്ട് കടന്നു പോകുന്ന സന്ദർഭത്തിൽ തനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ സൂചിപ്പിച്ചു. ആ പ്രവചനത്തിന്റെ പുലർച്ചയെന്നോണം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സമൂഹത്തിന് നൽകപ്പെട്ട യഥാർത്ഥ ആശയങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംരക്ഷിക്കപ്പെട്ടു. സത്യസന്ധമായിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി കാര്യങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ ഒരു ഭാഗത്ത് പരാമർശിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ അള്ളാഹു ഉയർത്തിയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് തന്നെ അവസാന നാളിൽ തിരിച്ചു വരും. ആ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ട് അത്തരം വിശദീകരണങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഹദീസുകളായിരിക്കും. കാരണം പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ പരാമർശിച്ച് ഓർക്കുന്നുണ്ടാകും. അതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളെല്ലാം നമുക്ക് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുർമുദി തിരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നാളാകുന്ന സന്ദർഭത്തിൽ ഭൂമിയിലുടനീളം ഫിത്ന വ്യാപിക്കും. എത്രത്തോളം ആ ഫിത്നയുടെ തീവ്രത മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടന്നു പോകുന്ന ഒരാൾ ഒരു ഖബർ കാണുന്ന സന്ദർഭത്തിൽ പറയും, ആ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിന്. അത്രയേറെ ഫിത്ന ഭൂമിയിലുടനീളം വ്യാപിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടാകും. ആ സന്ദർഭത്തിലായിരിക്കും മഹ്ദി അവതരിക്കുക. മഹദിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മഹദി മാത്രം മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ടതാണ്, നമ്മൾ കേവലം പരാമർശിച്ച് പോവാൻ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമുക്കറിയാം. ഖിയാമത്ത് നാളിൽ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഉണ്ട്. അതായത് ഖിയാമത്തിന് അലാമാത്തു സുഗ്റ, അലാമാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളുണ്ട്. അതിന്റെ രണ്ടിനും ഇടയ്ക്ക്, അതായത് ചെറുതിനെയും വലുതിനെയും വേർതിരിക്കുന്നതിന് രണ്ടിന്റെയും മധ്യത്തിലാണ് മഹദിയുടെ വരവുണ്ടാകുന്നത്. അതായത് മഹദി കടന്നു വരുന്നത്. മഹദിയുടെ ആഗമനത്തോടു കൂടെ പിന്നീട് അലാമാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ ചെറുതിനും വലുതിനും ഇടയിലുള്ള ഒരു ലിങ്കാണ് യഥാർത്ഥത്തിൽ കടന്നു വരുന്ന മഹദി. നമുക്കറിയാം, ആദ്യത്തെ ഏറ്റവും വലിയ അലാമാത്തുൽ കുബ്ര, ഏറ്റവും വലിയ അടയാളമായിട്ടുള്ള ദജ്ജാലിന്റെ ആഗമനം, പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെല്ലാം മഹദി സാക്ഷിയായിരിക്കും. നമുക്കറിയാം. അപ്പൊ മഹദി എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ആ മഹദി ഇതുവരെ കടന്നു വന്നിട്ടില്ല. പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം, 80കളിൽ ജുഹൈമാൻ അൽ ഉതൈബി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി മസ്ജിദുൽ ഹറാമിൽ ആ ഒരു അവകാശവാദം ഉന്നയിച്ച് കടന്നു വന്നിരുന്നു. ഇന്നും പല ആളുകളും മഹദി എന്നുള്ള പേരിൽ പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാറുണ്ട് എന്നുള്ള. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ സംബന്ധിച്ച് പറഞ്ഞത്, അദ്ദേഹം പ്രവാചക കുടുംബത്തിൽ നിന്നായിരിക്കും വരിക. സ്വഹീഹ് മുസ്ലിമിലും തുർമുദിയിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം ഹറമിൽ വരും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുക. അദ്ദേഹത്തിന് ബൈഅത്ത് നൽകിയതിന് ശേഷം മുസ്ലിങ്ങളുടെ നേതാവായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്യും. അദ്ദേഹം ഭൂമിയിൽ നീതിയും സമാധാനവും എല്ലാം പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ്. ഭൂമിയിൽ അദ്ദേഹം സമാധാനവും അതേപോലെ തന്നെ നീതിയെല്ലാം സ്ഥാപിക്കുമെന്നുള്ള ആ കാലഘട്ടത്തിൽ, മഹദിയുടെ കാലഘട്ടത്താണ് ജൂതരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വലിയ ആർമഗഡോൺ എന്നെല്ലാം നമ്മൾ വിളിക്കുന്ന ആ വലിയ യുദ്ധം നടക്കാനുള്ളതെല്ലാം മഹദിയുടെ ആഗമന സന്ദർഭത്തിലാണ്. അദ്ദേഹമായിരിക്കും അത് നയിക്കുക. അപ്പൊ മഹദിയുടെ പ്രധാനപ്പെട്ട റോൾ എന്താന്ന് വെച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനത്തിന് വേണ്ടി ഭൂമിയെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് മഹദിയുടെ പ്രധാനപ്പെട്ട റോൾ. അദ്ദേഹം മുസ്ലിങ്ങളെ നയിക്കും. മഹദി 7 വർഷത്തോളം ഭരിക്കും എന്നുള്ള സ്വയമായിട്ടുള്ള ഹദീസിൽ 7 വർഷത്തോളം അദ്ദേഹം ഭരിക്കും. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ അലാമത്തുൽ കുബ്രയായിട്ടുള്ള
ദജ്ജാലിന്റെ ആഗമനം അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് സംഭവിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹു മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് നൽകുന്ന വർണ്ണനകൾ, അതായത് മഹ്ദി ജൂതരുമായിട്ടുള്ള യുദ്ധം എല്ലാം കീഴടക്കിയ സന്ദർഭത്തിൽ ദജ്ജാലിന്റെ ആഗമനം അത് വിളിച്ചറിയിക്കപ്പെടും. ആ സന്ദർഭത്തിൽ മഹ്ദി ദജ്ജാലിനെ അതായത് ദജ്ജാൽ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ച് ഉറപ്പുവരുത്തും. യഥാർത്ഥത്തിൽ ദജ്ജാല് ഭൂമിയിൽ വന്നിട്ടുണ്ടാകും. ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചു. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ അദ്ദേഹത്തിന്റെ മുടിയെ സംബന്ധിച്ചെല്ലാം ജട പിടിച്ച മുടി, അതേപോലെ തന്നെ ഉണങ്ങിയ കണ്ണുകൾ, ഉണങ്ങിയ മുന്തിരി പോലെയുള്ള കണ്ണുകൾ, അതേ രൂപത്തിലുള്ള നിരവധി അത്ഭുതമായിട്ടുള്ള വർണ്ണനകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ തുർമുദിയിൽ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായിട്ട് ദജ്ജാലിനെ കുറിച്ചുള്ള വർണ്ണനകളെല്ലാം നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അദ്ദേഹം ഭൂമിയോട് മഴ പെയ്യാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്യും, ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കും. അതേപോലെ തന്നെ അദ്ദേഹം 40 ദിവസം ഭൂമിയിൽ താമസിക്കുക. 40 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന് സമാനായിരിക്കും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന് സമാനായിരിക്കും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചക്കും, പിന്നീടുള്ള ദിവസങ്ങളെല്ലാം സാധാരണ ദിനങ്ങളായിരിക്കുമെന്നെല്ലാം സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം ദജ്ജാലിൽ വിശ്വസിച്ച ആളുകൾക്ക് അങ്ങേയറ്റം സമൃദ്ധി ഉണ്ടാകും. ദജ്ജാലിനെ കളവാക്കിയ ആളുകൾക്ക് ആ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള ക്ഷാമം ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ. ഇതേ രൂപത്തിൽ ദജ്ജാലിന്റെ ഫിത്ന ഭൂമിയിലുടനീളം വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ ദജ്ജാലിനെ തിരിച്ചടിക്കാൻ, അതായത് മുസ്ലിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ആവുന്ന ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു സാഹചര്യത്തിൽ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിലും തുർമുദിയിലും ഒരേ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട സുദീർഘമായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിശർഖിയ ദമിഷ്ക് ഇൻദ മനാറത്തിൽ ബൈളാ, അതായത് ദമസ്കസിലുള്ള ആ വെള്ള മിനാരത്തിന്റെ സമീപം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറങ്ങി വരും എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും എന്നുള്ളത്. മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു മഹാത്ഭുതം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ ആ മനാറത്തുൽ ബൈള, ഡമസ്കസിലുള്ള മനാറത്തുൽ ബൈള അക്കാലഘട്ടത്ത് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഡമസ്കസ് ഇസ്ലാമിന്റെ കീഴിലേക്ക് പോലും ആ സന്ദർഭത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡമസ്കസിൽ ഇസ്ലാം എത്തുന്ന യഥാർത്ഥത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം നേതൃത്വത്തിൽ പിന്നീടാണ് അങ്ങോട്ട് ആ ഇസ്ലാം കടന്നു വരുന്നത്. പിന്നീട് അവിടെ ഒരു പള്ളി, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പള്ളി സ്ഥാപിക്കുന്നത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, ഉമവി ഭരണാധികാരിയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്താണ് അവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നത്. ആ പള്ളി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പള്ളി പണി പൂർത്തിയാകുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്താണ് ആ പള്ളി, അതായത് ഉമവയുടെ കാലഘട്ടത്താണ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ജാമിഅ ബനി ഉമയ്യ അൽ കബീർ, അതായത് ഉമവി പള്ളി, ഉമയ്യദ് മോസ്ക് എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഡമസ്കസിൽ അവർ സ്ഥാപിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവരാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. മനോഹരമായിട്ടൊരു കാര്യം ഓർക്കുന്നത്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു സന്ദർഭത്തിൽ ആ ഒരു വെള്ള മിനാരം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അത് തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ഡമസ്കസിൽ അവരുടെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ പണം പിരിച്ച് അവസാനം ആ മിനാരം അവർ പുനർനിർമ്മിച്ചു എന്നുള്ളതാണ്. അതിലുള്ളൊരു ഐറണി നിങ്ങൾ നോക്കുക. അതായത് അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മിച്ച ആ ഒരു മിനാരം, അതിനടുത്താണ് അവര് രക്ഷകരായിട്ട് കാണുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ രക്ഷകനായിട്ട് ഇറങ്ങി വരുന്നത്. മനോഹരാണ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ മുസ്ലിങ്ങള്, നമ്മൾ വിഷയത്തിലേക്ക് വരാണ്. മുസ്ലിങ്ങൾ ദജ്ജാലിനെ തിരിച്ചടിക്കാൻ വേണ്ടി സന്നദ്ധരായി ഒരു സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ ഒരു ഫജർ നമസ്കാരത്തിന് വേണ്ടി അവരവിടെ ഒരുമിക്കുന്ന സന്ദർഭത്തിൽ ആ ദിവസം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മിനാരത്തിന്റെ അടുത്ത്, ഇന്ദ മിനാറത്തിൽ ബൈള, ആ ബൈള വെള്ള മിനാരത്തിനടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ഇറങ്ങി വരുന്നതെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാലിഅൻ യദൈഹി അല അജ്നിഹത്തി മലക്കൈൻ, രണ്ട് മാലാഖമാരുടെ ചിറകിൽ കൈവച്ചുകൊണ്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. അദ്ദേഹം ഒരു ഇളം മഞ്ഞ വസ്ത്രമായിരിക്കും ധരിച്ചിരിക്കുക. അദ്ദേഹം തല താഴ്ത്തുന്ന സന്ദർഭത്തിൽ മുടിയിൽ നിന്നും വെള്ളം ഉറ്റി വീഴും. അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. ഇദാ റഫഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, തഖദമിൻ ജുമാനൻ കലുലു, അതായത് തല ഉയർത്തുന്ന സന്ദർഭത്തിൽ മുത്തുപോലെ ജലഗണികകൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉറ്റി വീഴും എന്നുള്ളതാണ്. അപ്പൊ ഈസാ നബി പ്രത്യേകമായിട്ടൊരു കാര്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ
അദ്ദേഹത്തിന്റെ മുടിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ പല ഹദീസുകളിലും വർണ്ണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ഹദീസിലും പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു മുടിയെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ രൂപഭാവങ്ങൾ വർണ്ണിച്ച മറ്റൊരു പ്രവാചകൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഉയരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുടിയെ സംബന്ധിച്ച്, തൊലി നിറത്തെ സംബന്ധിച്ച് അഹ്മർ, അതെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഉർവ ബിൻ മസ്ഊദിനെ പോലെയാണെന്നെല്ലാം, സമാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവ ബിൻ മസ്ഊദിനെ പോലെയാണെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ഹദീസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപഭാവങ്ങളെല്ലാം വർണ്ണിക്കാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ യഥാർത്ഥത്തിൽ കാണേണ്ടവരാണ്. ഈ ഉമ്മത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മുടിയെ സംബന്ധിച്ചെല്ലാം പ്രത്യേകം പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ദജ്ജാലിന്റെ മുടിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ജട പിടിച്ച മുടിയായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ജുഫാലു ഷഖർ, അതായത് ധാരാളം മുടിയുള്ള ആളാണ് ദജ്ജാൽ എന്നെല്ലാം ദജ്ജാലിന്റെ മുടിയെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇത്ര കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണനകൾ നൽകുന്നത് ഒരിക്കലും നിങ്ങൾ മസീഹ് ഈസയെയും മസീഹ് ദജ്ജാലിനെയും നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മസീഹ് ഈസ അതായത് ക്രൈസ്റ്റും ആന്റി ക്രൈസ്റ്റും, അത് രണ്ടും നിങ്ങൾ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്റെ ഉമ്മത്തിന് ഇത്ര കൃത്യമായിട്ടുള്ള വർണ്ണനകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാനുള്ള കാരണം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഫജ്ർ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഇറങ്ങി വരികയാണ്. അപ്പൊ ഫജ്ർ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ച സന്ദർഭത്തിൽ പെട്ടെന്ന് അവിടെ അതിഘോരമായിട്ടുള്ള ഇരുട്ട് വരും. ആ ഇരുട്ട് എത്രത്തോളം അവരുടെ സ്വയം കൈകൾ പോലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇരുട്ട്. പിന്നീട് വെളിച്ചം വരുന്ന സന്ദർഭത്തിൽ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ കാണുമെന്നുള്ളതാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട സന്ദർഭത്തിൽ സ്വയമായിട്ടുള്ള ഹദീസിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം തുർമുദി ധരിക്കപ്പെടുന്ന സുദീർഘമായിട്ടുള്ള ഹദീസിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ നായകനായിട്ടുള്ള മഹ്ദി അദ്ദേഹത്തോട് പറയും, യാ റൂഹുല്ലാ തഖദ്ദം, അദ്ദേഹത്തോട് മുന്നിലേക്ക് വന്ന് ഇമാം നിൽക്കാൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മഹ്ദി കൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, തഖദ്ദം അൻത ഫഇന്നഹ ഉഖീമത് ലക്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇഖാമത്ത് വിളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമായിട്ട് നിൽക്കുക എന്നുള്ള. അങ്ങനെ മഹ്ദി അവിടെ ആ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകും. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹ്ദിയുടെ പിറകിലായിട്ട് നമസ്കരിക്കും എന്നുള്ള മനോഹരാണ്. സുബ്ഹാനല്ലാഹ്, അതിമനോഹരമായിട്ടുള്ള ഒരു സിംബോളിക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രവാചകനായിട്ടല്ല വരുന്നത്, മറിച്ച് ആ പ്രവാചകന്റെ ശരീഅത്ത് പിന്തുടരപ്പെടുന്നവരായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്നുള്ളത് വളരെ സിംബോളിക്കായിട്ട് ആ ഒരു നമസ്കാരം കാണിച്ചിരുന്നുണ്ട്. പ്രതീകാത്മകമായിട്ട് ആ പുറകിലുള്ള നമസ്കാരം ആ ഒരു സന്ദേശമാണ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, ഏതുപോലെ ചിലപ്പോ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്റെ പിറകിൽ നിരവധി അതുവരെയുള്ള മുഴുവൻ പ്രവാചകന്മാർ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള സന്ദേശം സമാനാണ്. സുബ്ഹാനല്ലാഹ്, ആ പിറകിൽ നമസ്കരിക്കുക എന്നുള്ളത് ഒരു മോശമുള്ള കാര്യമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നമസ്കരിച്ചിട്ടുണ്ട് ജീവിതകാലത്ത്. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബിയുടെ കീഴിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയായിട്ടാണ് ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. പ്രവാചകന്റെ സ്വഹാബിയായിട്ട് ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അതിമനോഹരാണ്. കാരണം ഒരേ സമയം പ്രവാചകനും സ്വഹാബിയുമായിട്ടുള്ള ഒരേ ഒരാളാണുള്ളത്, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹം പ്രവാചകനാണ്, അതേപോലെ തന്നെ ഒരു സ്വഹാബി കൂടെയാണ്. സ്വഹാബി എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് വിശ്വസിച്ച് പ്രവാചകനെ പിന്തുടരപ്പെട്ട ആളുകളാണ് സ്വഹാബി എന്ന് വിളിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം മിഅ്റാജ് വേളയിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീഅത്തിൽ പ്രവാചകന്റെ അനുയായിയായിട്ട് ജീവിക്കേണ്ട ആളാണ്. അപ്പോൾ ഒരേ സമയം പ്രവാചകനാണ്, അതേ സന്ദർഭത്തിൽ സ്വഹാബിയുമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഫജ്ർ നമസ്കാരം അവിടെ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫജ്ർ നമസ്കാരത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറകിൽ നമസ്കരിക്കുകയാണ്. ആ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. അപ്പൊ തിരിച്ചുവരവിന് കൃത്യമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ മിഷൻ എന്താന്ന് വെച്ചാൽ മസീഹു ദജ്ജാലിനെ വധിക്കുക എന്നുള്ള, അതാണ് ആദ്യത്തെ മിഷൻ. അതിനുവേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുക. ആ സന്ദർഭത്തിൽ
ഭൂമിയിലുടനീളം മസീഹു ദജ്ജാലിന്റെ ഫിത്നയാൽ വ്യാപകമായിട്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നിർവഹിക്കാനുള്ള ദൗത്യം മസീഹു ദജ്ജാലിനെ വധിക്കുക എന്നാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം ലുദ് കവാടത്തിനടുത്ത് വെച്ച്, ബാബു ലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹു ദജ്ജാലിനെ വധിക്കും. സ്വഹീഹായിട്ടുള്ള ഹദീസാണ് വായിക്കുന്നത്. ബാബു ലുദ് എന്നുള്ളത് ഇന്ന് മോഡേൺ ഇസ്രായേൽ, ഇന്നത്തെ ഇസ്രായേലിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിട്ടുള്ള ടെല്ലവീവ്, ആ ടെല്ലവീവ് എയർപോർട്ട് ഇരിക്കുന്ന സ്ഥലത്താണ് ബാബു ലുദ് ഉള്ളത്. ഇന്ന് അവിടെ അതിന് സമാന ഒരു കെട്ടിടം എല്ലാം അവർ നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവിടെ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹു ദജ്ജാലിനെ വധിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കാണുന്ന സന്ദർഭത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും, ദാബ കമാ യദൂബു മിൽഹു ഫിൽ മാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കാണുന്ന സന്ദർഭത്തിൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ ദജ്ജാൽ അലിഞ്ഞു തീരും എന്നുള്ളതാണ്. എങ്കിലും വലാക്കിൻ യഖ്തുലു ബിയദിഹി, അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വെട്ട് തന്റെ വാള് കൊണ്ട് വെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ആ രക്തം പുരണ്ട വാള് ആളുകളെ കാണിക്കും എന്നുള്ളത്. എന്താണത്? അതിലുള്ള യുക്തി എന്താണ്? ചിന്തിച്ചു നോക്കുക. കാരണം കേവലം ഉരുകിത്തീര മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ദജ്ജാലിന്റെ അനുയായികൾക്ക് പറയാം അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം അപ്രത്യക്ഷമായതാണ്, വീണ്ടും തിരിച്ചു വരുമെന്നെല്ലാം പറയാനുള്ളൊരു വകുപ്പുണ്ട്. അതിനുള്ള സാധ്യത കൊട്ടിയടിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിച്ച ആ വാള്, രക്തം പുരണ്ട വാള് അവരെ കാണിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മിഷൻ അവിടെ, അതായത് മസീഹ് ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കുകയാണ്. അതിനുശേഷം ഹദീസ് തുടരുകയാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, യക്സിറു സുലൈം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള ഭൂമിയിലുള്ള കുരിശുകൾ മുഴുവൻ തകർക്കും. അതേപോലെ തന്നെ വയഖ്തുലുൽ ഖിൻസീർ, ഭൂമിയിലുള്ള പന്നികളെല്ലാം, അതേ രൂപത്തിലുള്ള ഹദീസ് തുടരുകയാണ്. പിന്നീട് ദജ്ജാലിന്റെ വധത്തിന് ശേഷം ദജ്ജാലിൽ നിന്നും രക്ഷപ്പെട്ട സത്യവിശ്വാസികൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരവധി മുഅ്ജിസത്തുകൾ, അതായത് അവരുടെ മുഖം തടവി സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാനിരുന്ന പദവിയെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കുന്നെല്ലാം അതേ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചു എന്നുള്ള. പിന്നീട് ദജ്ജാലിന്റെ വധത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു മുന്നറിയിപ്പ് ലഭിക്കാൻ. എന്താണ് മുന്നറിയിപ്പ്? അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തുൽ കുബ്ര, രണ്ടാമത്തെ വലിയ അടയാളങ്ങളിൽ കടന്നു വരുന്ന മറ്റൊരു വലിയ അടയാളം യഅ്ജൂജ് മഅ്ജൂജിന്റെ ആഗമനാണ്. ആ ഇംഗ്ലീഷിൽ ഗോഗ് മഗോഗ് എന്നറിയിക്കുന്ന ആ യഅ്ജൂജ് മഅ്ജൂജിന്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിക്കും എന്നുള്ളതാണ്. അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അനുയായികളുമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു നിർദ്ദേശം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ നൽകപ്പെടും എന്നുള്ള. യഅ്ജൂജ് മഅ്ജൂജ് നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ദുൽഖർനൈൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടി യഅ്ജൂജ് മഅ്ജൂജിന്റെ അവർക്കിടയിൽ ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സവറ ബൈന സദഫൈൻ, നമുക്കറിയാം അവസാന ഭാഗം സൂറത്തുൽ കഹ്ഫിൽ അവിടെ ഇരുമ്പ് ഉരുക്കിയ ഒരു വലിയ മതില് കെട്ടി അവരെ സംരക്ഷിച്ചതായിട്ടെല്ലാം സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ആ സൂറത്തുൽ കഹ്ഫിൽ അതേ രൂപത്തിൽ ഒരു മതില് കെട്ടി യഅ്ജൂജ് മഅ്ജൂജിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ആ യഅ്ജൂജും മഅ്ജൂജും പരിശുദ്ധ ഖുർആനിലെ 2 സ്ഥലത്താണ് യഅ്ജൂജ് മഅ്ജൂജിനെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന് സൂറത്തുൽ കഹ്ഫിലും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയാഇന്റെ 96-ാമത്തെ വചനം. ആ വചനത്തിലേക്ക് നമ്മൾ പിന്നീട് തിരിച്ചു വരും. അപ്പൊ അതേ രൂപത്തിൽ ഒരു മതില് കെട്ടിയിട്ട് ആ മതില് മുറിച്ചു കടക്കാനുള്ള പരിശ്രമത്തിലാണ് കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുളയുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഇമാം തുർമുദി ധരിക്കുന്ന സ്വഹിയായിട്ടുള്ള ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അത് അവർ പറയാണ്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൗമിൻ മുഹമ്മറ വജ്ഹഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്ന രൂപത്തിൽ ഒരിക്കലും ഉറക്കിൽ നിന്ന് നെട്ടി എഴുന്നേറ്റു. അതായത് വളരെ വീതിപ്പെടുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും, അതായത് ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ആ സന്ദർഭത്തിൽ പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹ തുടരുകയാണ്, സുമ്മ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാസ മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞു. 3 തവണ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അറബ് മിൻ ശർരി ഖദ് ഇഖ്തറബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതായത് ആസന്നമായിട്ടുള്ള ഒരു വിപത്ത് അറബികൾക്ക് വരാനിരിക്കുന്നുണ്ട്, അത് നാശമായിട്ട് ഭവിച്ചിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ള ഒരു വിപത്തിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുകയാണ്. ഇപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭിത്തി ഇന്നത്തെ ദിവസം ഒരല്പം തുറക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരൽ കൊണ്ട് ആ ദ്വാരം എത്രയാണെന്നെല്ലാം കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു എന്നുള്ള. അപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, എപ്പോഴാണത് സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കസുറൽ ഖുബുസ്, അതായത് ദുഷ്കർമ്മങ്ങൾ പെരുകിയ സന്ദർഭത്തിൽ അവർ അവതരിക്കുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹിയായിട്ടുള്ള ഹദീസിൽ, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എവിടെയാണ് അവർ ഇറങ്ങി വരിക, എവിടെയാണ് അവരുള്ളത്? പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം,
ഇപ്പൊ നമുക്കറിയാം പല ആളുകൾ പരിഹാസത്തോടു കൂടെ ചോദിക്കാറുണ്ട്, ഇന്ന് ഗൂഗിൾ എർത്ത് ഉള്ള കാലാണ്, ഭൂമിയിലെ ഏത് ഭാഗവും നമുക്ക് ഇതേ രൂപത്തിൽ സാറ്റലൈറ്റിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും, ഏത് ഭാഗത്താണ് അവരുള്ളത്, ഇതേ രൂപത്തിലുള്ള പരിഹാസ ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ചില ആളുകൾ നേരായ രൂപത്തിൽ തന്നെ ചില വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് യജൂജ് അവര് പ്രപഞ്ചത്തിൽ ഏതോ കോണിലാണുള്ളത്, അവർ അവസാനം വേം ഹോളിലൂടെ, അതായത് പ്രപഞ്ചത്തിലുള്ള രണ്ട് സ്പേസുകൾക്കിടയിലുള്ള ഷോർട്ട് കട്ടുകളായിട്ട് ഇന്ന് ശാസ്ത്രലോകം തിയററ്റിക്കലി പറയപ്പെടുന്ന വേം ഹോളിലൂടെ ഇറങ്ങി വരുമെന്നെല്ലാം ഇതേ രൂപത്തിലുള്ള നിരവധി വ്യാഖ്യാനിച്ച് പല ആളുകൾ ഒപ്പിക്കാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടോ വല്ല പ്രയാസവും? ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്കിടയിൽ ജിന്നുകളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ ടെലിസ്കോപ്പിലോ നമ്മുടെ മൈക്രോസ്കോപ്പിലോ ഒന്നും കാണാൻ കഴിയാത്ത സാധനങ്ങളാണല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ച അതായത് നമ്മൾ ഈ രൂപത്തിലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കാതെ സെമിഅന വഅതൈന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് അതേ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ള. ചില ആളുകൾ ഇപ്പൊ ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിരവധി രൂപത്തിലുള്ള യൂട്യൂബിലെല്ലാം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല രൂപത്തിലുള്ള പല വികലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പല ആളുകൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന തമീം ഉദ്ദാരിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ദജ്ജാലിനെ ചില ആളുകൾ ഒരു ദ്വീപിൽ വെച്ച് കാണുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസ് എടുത്തിട്ട് ബർമുഡ ട്രയാങ്കിൾ ആണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ ഉള്ളത്, അതേ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. അത് നമുക്കറിയാം, ദുരൂഹമായിട്ടുള്ള ആ സ്ഥലം വെച്ചിട്ട് ദജ്ജാൽ അവിടെയാണുള്ളതെന്നെല്ലാം വ്യാഖ്യാനിക്കാണ്. നിങ്ങൾ ചിന്തിച്ചോ, അതിന്റെ ആ ദുരൂഹതകളെല്ലാം ചുരുളയിക്കുന്ന സന്ദർഭത്തിൽ ഈ സംസാരം അതേ രൂപത്തിൽ അവിടെ ഉണ്ടാകും. മറ്റുള്ള ആളുകൾക്ക് ഒരു പരിഹാസത്തിന് വകുപ്പായിട്ട് അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് നമ്മൾ വെറുതെ വളച്ചൊടിക്കാതെ എന്താണോ പ്രവാചകൻ പറഞ്ഞത് അത് അതേ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ള. അപ്പൊ ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് വരാണ്. യജൂജ് ആ സന്ദർഭത്തിൽ അവതരിക്കപ്പെടും. അപ്പൊ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അറിയിക്കുകയാണ്. കാരണം അത്രയേറെയാണ് അവരുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് കാര്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു നിസ്സഹായതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത്. അതായത് അദ്ദേഹം കേവലം ഒരു പ്രവാചകൻ മാത്രമാണ്, അദ്ദേഹം ദൈവമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇതെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കൂ. ഇതിനില്ല. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുന്നത് അവരുമായിട്ട് നിനക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടേണ്ടി വരാൻ. നിങ്ങൾ ചിന്തിക്കുക, ഒരല്പം മുമ്പ് മസീഹ് ദജ്ജാലിനെ അദ്ദേഹം വധിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ യജൂജുമായിട്ട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് കൽപ്പിക്കുന്നത്. എല്ലാം പ്രവർത്തിക്കുന്നതും അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഇതിനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിയോടുകൂടെ മാത്രമായിരുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് തുടരുകയാണ്. അദ്ദേഹം ജബൽ തൂർ, അതായത് ഒരു പർവ്വതത്തിൽ പോയി തന്റെ അനുയായികളോടൊപ്പം അഭയം പ്രാപിക്കും. പിന്നീട് യജൂജ് എല്ലാ ഭാഗത്തു നിന്നും അവർ ഇറങ്ങി വരും. ഒരു തേനീച്ച കൂട്ടം പോലെ അല്ലെങ്കിൽ ഒരു കടുന്നൽ കൂട്ടം പോലെ അവർ ഭൂമിയിൽ ഒന്നാകെ വ്യാപിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 96-ാമത്തെ വചനത്തിൽ ഹത്താ ഇദാ ഫുതിഹത് യജൂജ വമഅജൂജ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരെ തുറന്നു വിടും, അവര് എല്ലാ കുന്നുകളിൽ നിന്നും കുതിച്ചിറങ്ങി വരും എന്നുള്ളതാണ്. അവരുടെ എണ്ണം എത്രയാണെന്ന് കാണിക്കാൻ ഹദീസിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സംഘം ഒരു തടാകം വഴി കടന്നു പോകും. പേർഷ്യയിലുള്ള തൊബരിയ എന്നറിയപ്പെടുന്ന ഒരു തടാകം. അതിലൂടെ ആ പോകുന്ന ആളുകളെല്ലാം അതിൽ നിന്നും അവർ വെള്ളം കുടിക്കും. അതിലെ അവരുടെ അവസാനത്തെ വിഭാഗം ആ തടാകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആ അവസാനത്തെ ഗ്രൂപ്പിലുള്ള ഒരാൾ പറയും, ഇവിടെ മുമ്പൊരു തടാകം ഉണ്ടായിരുന്നല്ലോ എന്ന്. കാരണം ആ വെള്ളം മുഴുവൻ കുടിച്ചു തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അത്രയേറെ എണ്ണം അവരുണ്ടാകും എന്നുള്ളതാണ്. ഭൂമിയിലുള്ള ആളുകളെ മുഴുവൻ, ഭൂമിയിൽ സർവ്വനാശായിരിക്കും. ആ സന്ദർഭത്തിൽ അവര് ഭൂമിയിലുള്ള ആളുകളെ മുഴുവനും വധിക്കും. അതിനുശേഷം ആകാശത്തേക്ക് അമ്പെയ്യും. ആകാശത്തേക്ക് അമ്പെയ്ത സന്ദർഭത്തിൽ രക്തം പുരണ്ട അമ്പുകൾ തിരിച്ചു വരും. ആ സന്ദർഭത്തിൽ അവർ പറയും, അഹ്ലുസ്സമാ, ആകാശത്തുള്ള ആളുകളെയും ഞങ്ങളിതാ വധിച്ചിരിക്കുന്നു, ഭൂമി മുഴുവൻ ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു എന്ന് അവർ ധിക്കാരത്തോടു കൂടെ പറയുമെന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലെല്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന് വിശ്വസിച്ച അനുയായികളും ആ കുന്നിന്റെ മുകളിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവര് ഒരുപാട് ദിവസം അവിടെ കഴിയുന്ന സന്ദർഭത്തിൽ അവർക്ക് വല്ലാത്ത പട്ടിണിയാവാൻ. സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പട്ടിണി കാരണം അവരുടെ പട്ടിണിയുടെ ആ ഒരു തീവ്രത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കാളയുടെ തല ഇന്നുള്ള 100 ദീനാറിനേക്കാൾ, അതായത് 100 സ്വർണ്ണ നാണയത്തെക്കാൾ അവർക്ക് പ്രിയങ്കരമായി തീരും എന്നുള്ളതാണ്. കാരണം അത്ര പണം കൊടുത്തിട്ടും അല്പഭക്ഷണം വാങ്ങാൻ മാത്രം പട്ടിണി അവർ അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ് സഹായത്തിന് വേണ്ടി.
ആ സന്ദർഭത്തിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയുർസിലുല്ലാഹു അലൈഹിമുൻ നഗഫ, അതായത് ഒരു തരം പുഴുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും ഫീ റിഖാബിഹിം, അവരുടെ കഴുത്ത്, അതായത് ആ യജൂജ് മഅജൂജിന്റെ അവരെ മുഴുവനും ബാധിക്കുന്ന ഒരു തരം പുഴുക്കൾ ഭൂമിയിലേക്ക് വന്ന് അവരുടെ കഴുത്തിനൊരു പ്രത്യേക രോഗം ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഇത്രയേറെ നാശം ഭൂമിയിലുടനീളം ഉണ്ടാക്കിയ ആളുകളെ മുഴുവൻ വധിക്കുന്നത് ഒരു ചെറിയൊരു പുഴു വന്നിട്ടാണ് അത്രയും വലിയ ആ ആളുകളെ മുഴുവൻ നശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. അപ്പൊ നമുക്കറിയാം, ലോകത്ത് തന്നെ ഇപ്പൊ ഇന്നുള്ള ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകളെ വധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കൊതുകാണ്. ആ കൊതുകാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ലോകത്തുടനീളം വധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കഴിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർ മുഴുവനും ചെറിയ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾക്കും വൈറസിന്റെ മുന്നിലല്ല മനുഷ്യർ നിസ്സഹായരാണ്. അപ്പൊ ആ പുഴുക്കൾ വന്നിട്ട് അവരുടെ കഴുത്തിൽ ഒരു പ്രത്യേക തരം രോഗം പടർത്തും. അവര് ഒന്നടങ്കം ഒരു ശരീരം പോലെ ല നഫ്സിം വാഹിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ശരീരം പോലെ അവര് ഒന്നടങ്കം ചത്തടങ്ങി വീഴും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പഴയ കാലത്ത് ഇപ്പൊ ബ്ലാക്ക് ഡെത്ത് എല്ലാം വന്ന സന്ദർഭത്തിൽ, ഒരുതരം പ്ലാഗ് വന്ന സന്ദർഭത്തിലെല്ലാം ആളുകൾ പ്രത്യേക അതായത് ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി, ഓരോരുത്തരുടെ പ്രതിരോധ ശേഷി അനുസരിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ആളുകൾ മരണപ്പെട്ട് വീഴുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് വരുന്ന സന്ദർഭത്തിൽ ഒന്നടങ്കം ഒരേ സന്ദർഭത്തിൽ നഫ്സിം വാഹിദ്, അവർ ഒന്നടങ്കം ഒരു ശരീരം പോലെ ഭൂമിയിൽ മരണപ്പെട്ട് വീഴുക എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും ആ മലമുകളിൽ നിന്നും ഇറങ്ങി വരും. ആ സന്ദർഭത്തിൽ ഇറങ്ങി വന്ന സന്ദർഭത്തിൽ ഭൂമി മുഴുവനായിട്ട് അവരുടെ ശവശരീരങ്ങളും അതേപോലെ തന്നെ അതിന്റെ ദുർഗന്ധമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആ മൃതശരീരങ്ങളുടെ ദുർഗന്ധം പരക്കാത്ത ഒരു ചാണ് ഭൂമി പോലും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ആ സന്ദർഭത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഫയുർസിലുല്ലാഹു ത്വയ്റൻ കഅനാഖിൽ ബുഖ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ഒട്ടകക്കഴുത്തുള്ള ഒരു തരം പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തിനു വേണ്ടി അയക്കും എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ കഅബ തകർത്ത സന്ദർഭത്തിൽ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷി അയക്കുന്ന കാര്യം സൂറത്തുൽ ഫീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു അലം സമാനമായിട്ടുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക തരം പക്ഷികൾ അയക്കും എന്നുള്ളത്. ആ പക്ഷികൾ വന്നിട്ട് ആ ഭൂമിയിലുള്ള മുഴുവൻ മൃതശരീരങ്ങളും കൊത്തിയെടുത്ത് ഏതോ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കും. അതിനുശേഷം സുമ്മ യുർസിലുല്ലാഹു മത്തുറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം ഒരു മഴ വർഷിപ്പിക്കും എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ളൊരു മഴ ഭൂമിയിൽ വർഷിക്കും. അത് ഭൂമിയെ കഴുകി വൃത്തിയാക്കി ഒരു കണ്ണാടി പോലെ ആക്കും എന്നുള്ളതാണ്. മുഴുവൻ ഭൂമി ക്ലീനാക്കി മാറ്റും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സുമ്മ യുഖാലു ലിൽ അർള്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് കൽപ്പിക്കും, അഖ്രിജി സമറതക്കി, അല്ലെങ്കിൽ അംബിറ്റി സമറതക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് കൽപ്പിക്കുക, നിന്റെ ഫലങ്ങൾ നീ മുളപ്പിക്കുക. അതേപോലെ തന്നെ വറുദ്ദി ബറക്കത്തക്കി, അതായത് നിന്റെ ഐശ്വര്യം, അതായത് നിന്റെ ബർക്കത്തുകൾ മുഴുവൻ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് കൽപ്പിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ ഭൂമിക്ക് നഷ്ടപ്പെട്ട ആ ബർക്കത്ത് തിരിച്ചു ലഭിക്കും. എല്ലാത്തിലും ബർക്കത്ത് തിരിച്ചു വരും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞ, അതായത് ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞ ആ പോയിന്റുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുക. ഭൂമിക്ക് എല്ലാ രൂപത്തിലുള്ള ബർക്കത്തും തിരിച്ചു ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ബനു ഇസ്രായേലിന്റെ പാപം കാരണമാണ് ഫലവർഗ്ഗങ്ങളിലുള്ള ബർക്കത്ത് നഷ്ടപ്പെട്ടതെന്നെല്ലാം മറ്റൊരു ഹദീസിൽ പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. മനുഷ്യരുടെ പാപം മൂലമാണ് ഭൂമിയിലുള്ള ബർക്കത്ത് നഷ്ടപ്പെട്ടത്, ആ ബനു ഇസ്രായേലിന്റെ ധിക്കാരെല്ലാം മൂലം. പക്ഷെ അതെല്ലാം ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകപ്പെടും. ബർക്കത്ത് ലഭിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, വളരെ ചെറിയ ക്വാണ്ടിറ്റി കൊണ്ട് ധാരാളം ആളുകൾക്ക് അത് ഉപകരിക്കും. അതന്നെയാണ് ബർക്കത്ത് എന്നുള്ളതുകൊണ്ട് പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരല്പം ക്വാണ്ടിറ്റി ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഒരു പശുവിന്റെ പാല് കൊണ്ട് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആ ഒരൊറ്റ പശുവിന്റെ പാല് കൊണ്ട് അത് ജീവിക്കാൻ സാധിക്കും എന്നുള്ള അത്രയേറെ ബർക്കത്ത്. അതേപോലെ തന്നെ ഒരു ഫലവർഗം, ഒരു റുമാൻ എത്രയോ ആളുകൾ ഭക്ഷിക്കുന്ന രൂപത്തിലുള്ള ബർക്കത്ത്, ഭൂമിയിലെങ്ങും സമൃദ്ധി, അതേപോലെ തന്നെ അതേ രൂപത്തിലുള്ള എല്ലാ ബർക്കത്തുകളും ഭൂമിക്ക് വേണ്ടി ആ സന്ദർഭത്തിൽ തുറക്കപ്പെടും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഘട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷം ഭൂമിയിൽ ഭരിക്കും എന്നുള്ള. ആ സന്ദർഭത്തിൽ ആ 40 വർഷക്കാലത്തിനിടയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹിതനാകും, അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുമെന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടും. അതായത് സാധാരണ മരണം. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഒരാൾ ഒരിക്കലും 2 തവണ മരണപ്പെടില്ല. അവിടെയാണ്, ആ ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത്. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അദ്ദേഹത്തെ ജനാസ കുളിപ്പിക്കും. അതിനുശേഷം മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ മീതെ ജനാസ നമസ്കരിക്കുക എന്നുള്ളത്. ചില റിപ്പോർട്ടുകളിൽ, ആ റിപ്പോർട്ടിന്റെ ആധികാരികത വേണ്ടത്ര പരിശോധിച്ചിട്ടില്ല, പക്ഷേ ചില റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലായിരിക്കും ഖബറടക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സുഗന്ധമുള്ള ബഅസല്ലാഹു റീഹൻ, ഒരു സുഗന്ധമുള്ള ഒരു കാറ്റ് ഭൂമിയിലേക്ക് അയക്കും. ആ കാറ്റ് ഭൂമിയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളായിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും, അതായത് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ മുഴുവൻ മരണപ്പെടും. ആ ഒരു കാറ്റ് വരുന്ന സന്ദർഭത്തിൽ മരണപ്പെടും. അതിനുശേഷം ദുഷ്ടജനങ്ങൾ, ഷിറാറന്നാസ്, ദുഷ്ടമായിട്ടുള്ള, അതായത് വളരെ മോശമായിട്ടുള്ള ജനങ്ങൾ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. അതായത് അവരെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഴുതകളെ പോലെ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് ഭൂമിയിൽ ഉണ്ടാകും. അവസാനമായിട്ട് ഫഅലൈഹിം തഖൂമുസ്സഅ, അവരുടെ മീതെയാണ് അവസാനം അന്ത്യദിനം സംഭവിക്കുക. ഇതാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്. ഈ രൂപത്തിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണം സംഭവിക്കുക. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണപ്പെടുന്ന ഹദീസ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം, മുഴുനീള ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ദാലിക ഈസാ ഇബ്നു മറിയം ഖൗലൽ ഹഖ്ഖിൽ ലദീ ഫീഹി യുംതറൂൻ, അതാണ് മറിയമിന്റെ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു അല്ലെങ്കിൽ മറിയമിന്റെ മകൻ ഈസയുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രം ഇതാണ്. നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ പറഞ്ഞു, മാകാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്, ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്ന പണിയല്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള ആരോപണം അള്ളാഹുവിന്റെ മീതെ നിങ്ങൾ പറയരുത്. കാരണം സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആരാധ്യനായിട്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള പാത. അതിൽ നിന്നും വ്യതിചലിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമാക്കി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രാർത്ഥിച്ച ആളുകളെ അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാനന്തര ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അവരെ തള്ളിക്കളയുന്ന ആ ഭയാനകരമായിട്ടുള്ള രംഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓൾറെഡി നൽകിയെന്നുള്ള ആ ചിത്രം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗം 116-ാമത്തെ വചനത്തിൽ മരണാനന്തര ജീവിതത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് അവിടെ വിചാരണ ചെയ്യുന്ന ആ ചിത്രം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇദ ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, നിന്നെയും എന്നെ വിട്ട് നിന്നെയും അതേപോലെ തന്നെ നിന്റെ മാതാവിനെയും ദൈവമാക്കാൻ നീയായിരുന്നോ ഇവരോട് കൽപ്പിച്ചത്? ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് തന്റെ അനുയായികളെ, അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട തന്റെ അനുയായികളെ മുഴുവനായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിക്കളയുന്ന ഭീകരമായിട്ടുള്ള ചിത്രം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഖാല സുബ്ഹാനക്, ഓ അല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് യാതൊരു അവകാശമില്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് അവരോട് കൽപ്പിക്കുക? ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതുഹു, ഞാൻ ആ രൂപത്തിൽ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അത് അറിയുമായിരുന്നല്ലോ. കാരണം ലോകത്തുള്ള സർവ്വതിനും സാക്ഷിയാണ് നീ. കാരണം എന്റെ ഹൃദയത്തിലുള്ള മന്ത്രങ്ങൾ വരെ അറിയുന്നവനാണ് നീ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി, ഓ അല്ലാഹ്, നീ എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ജീവിതകാലത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുക. അതാണ് ഞാൻ അവരോട് കൽപ്പിച്ചത്. അതിനപ്പുറം, അതായത് എന്റെ കർത്താവിനെയും നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള അവനെ ആരാധിക്കുക എന്നുള്ള കൽപ്പന മാത്രമാണ് എന്റെ ജീവിതകാലത്തുടനീളം ഞാൻ അവർക്ക് നൽകിയത്. വകുൻതു അലൈഹിം ഷഹീദൻ മാദുംതു ഫീഹിം, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലെല്ലാം നീ എന്റെ മീതെ സാക്ഷിയാണ്. എന്നെ നീ തിരിച്ചെടുത്തപ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നെ നീ തിരിച്ചെടുത്ത സന്ദർഭത്തിൽ പിന്നീട് നീയാണ് അതിന് സാക്ഷി. ഓ അല്ലാഹ്,
ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടതിന് ശേഷം ഇവിടെ സംഭവിച്ചതിനൊന്നും ഞാൻ സാക്ഷിയല്ലെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം അനുയായികളെ തള്ളിക്കളയുന്ന ഭീകരമായിട്ടൊരു രംഗം പരിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സമാനമായിട്ട് നമ്മൾ ഇന്നുള്ള നിലവിലുള്ള ബൈബിളിൽ പോലും അതിന് അതേ രൂപത്തിലുള്ള ഒരു രംഗം അവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെന്നൊരു വലിയ അത്ഭുതമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിലെ 22 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതായത് അന്നത്തെ ദിവസം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെയും നൽകുന്ന സൂചന, അവിടെ വെച്ച് കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അന്നാളിൽ, അതായത് യൗമുൽ ഖിയാമയിൽ എന്നോട് പല ആളുകളും, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ആളുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിട്ടുള്ള ആളുകളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, ശത്രുക്കളെ സംബന്ധിച്ചല്ല. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു അവരോട് പറയും, അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് നിങ്ങൾ പോകുക. ചിന്തിച്ചു നോക്കുന്നത് ബൈബിളിലുള്ള വചനാണ്. അധർമ്മം പ്രവർത്തിച്ചവരെ, നമുക്ക് ഇന്ന ശിർക്കൽ അൽമുൻ അലീം, ഏറ്റവും വലിയ അധർമ്മം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ ആരാധിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധ്യ പുരുഷനാക്കിയതിനേക്കാൾ ഏറ്റവും വലിയ അധർമ്മം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് പോകുവിനെന്ന് ഞാൻ അവരോട് തീർത്ത് പറയുമെന്നുള്ളതാണ്. ഈ രൂപത്തിൽ അനുയായികളെ, അതായത് സ്വന്തം അനുയായികളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളെ തള്ളിക്കളയുന്ന ഒരു ഭീകര രംഗാണ് ബൈബിളും ഖുർആനും ഒരേ രൂപത്തിൽ വിവരിക്കുന്നത്. ചിന്തിക്കുക, യഥാർത്ഥ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പാതയിലേക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് ക്രിസ്ത്യാനി എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നതെങ്കിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ. പ്രത്യേകം ആ പോയിന്റ് ഞാൻ ആവർത്തിക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനെയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നതെങ്കിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളാണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലായി. യേശുവിന്റെ കാരണം യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുക്രിസ്തു പഠിപ്പിച്ച ആ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് സംരക്ഷിക്കപ്പെട്ടത്. ആ ഒരു പാതയിലേക്കാണ് ഇവിടെയുള്ള ക്രൈസ്തവർ തിരിച്ചു വരേണ്ടത്. യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. ഓ വേദക്കാരെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ യോജിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അല്ലെങ്കിൽ കർത്താവായിട്ടുള്ള യഹോവയെ, ഏകദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ള തത്വത്തിലേക്ക് നിങ്ങൾ മടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആ ജനവിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.